എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു ടേം മാഡം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി എപ്പോഴാണ് ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക? ഓക്കെ, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉദ്ധാരണ ശേഷിക്കുറവ് അല്ലെങ്കിൽ വെറും ശേഷിക്കുറവ് ആണുങ്ങൾ പറയുന്നത്. അതായത് ലിംഗത്തിന് ഉദ്ധരിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ ഉദ്ധരിക്കാത്ത ഒന്ന്, അതായത് ലിംഗത്തിന് ഉദ്ധരിച്ച് പക്ഷെ നമുക്ക് ആ ഒരു പെനിട്രേഷൻ ചെയ്യുമ്പോൾ അതങ്ങ് താഴ്ന്നു പോകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഉദ്ധരിക്കുകയോ ചെയ്യാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഓർഗാനിക് കോസസ്, സൈക്കോജനിക് കോസസ് എന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് കോസസ്, സൈക്കോജനിക് കോസസ് എന്ന ആ ഒരു ഓർഗാനിക്, സൈക്കോജനിക് എന്ന വാക്കുകൾക്കൊന്നും നമുക്ക് മലയാളമൊന്നും പറയാനില്ല. അതുകൊണ്ട് നമ്മളത് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓർഗാനിക് കോസസ് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ശരീരത്തിലുള്ള ഹോർമോൺസിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അമിതമായ തടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ BP ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ BP യുടെ മെഡിസിൻസ് ഉണ്ടെങ്കിൽ. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ മരുന്നുകൾ കഴിക്കുമ്പോൾ ആ മരുന്നുകൾ കാരണം ഇങ്ങനെ പ്രശ്നം വരാം. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഇനി പറയാനില്ല, ഇനി പറയാൻ പോയാൽ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ പറയാം ഈ ഓർഗാനിക് കോസസ്. അതുകൂടാതെ സൈക്കോജനിക് കോസസ്, അതായത് 1-2 പ്രാവശ്യം ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചെയ്യാൻ പറ്റാതെ താൻ പരാജയമാണ് കിടക്കറയിൽ എന്നൊരു തോന്നൽ വരുമ്പോൾ പിന്നീട് പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി പോകുവാൻ ഒരുപാട് പുരുഷന്മാർ മടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ്, ഒന്നിൽ ജോലി തിരക്കാണ്, അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചാണ് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറി എപ്പോഴെങ്കിലുമൊക്കെ ഇത് ട്രൈ ചെയ്യാൻ പോകുമ്പോഴും ഈ ഒരു ചിന്ത, തനിക്ക് പറ്റുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റി വരും. അപ്പോൾ ഈ സിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റി വരുന്ന സമയത്ത് നമ്മളുടെ എറക്ഷൻ കുറയും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആണുങ്ങളിലും നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള കോസസ് ഒന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് പലരുടെയും ആ ഒരു ജീവിത സാഹചര്യം, ഞാൻ ഈ പറഞ്ഞ ആ ഒരു പ്രശ്നങ്ങൾ ഒരുപാട് കടന്നുകൂടുന്നതാണ് അല്ലേ. അങ്ങനെ ഓർഗാനിക് കോസസ് ഉള്ളവരിലും ഈ സൈക്കോജനിക് എലമെന്റ് വരാം. കാരണം ഓർഗാനിക് കോസസ് ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഇതും കൂടി വരുമല്ലോ അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടാണ് മിക്കവരിലും കാണുന്നത്. ചിലരിൽ ഈ സൈക്കോജനിക് കോസസ് മാത്രമാണ് കാണുന്നത്.